വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുമുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ഇന്നലെ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ലെവലിലേക്കും എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് അടുത്ത ലെവലിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകളിൽ പ്രധാനപ്പെട്ട ഏരിയാസിലൊക്കെ മാർക്കറ്റ് കൃത്യമായി വന്ന് റിവേഴ്സലും റിജക്ഷനും തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ വളരെ വലിയ ആക്യുറസിയാണ് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. വൺ ഡേ ചാർട്ടിലാണ് നിൽക്കുന്നത്. വൺ ഡേ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു FEG ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് നിൽക്കുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. അവിടെയും ഒരു ലെവൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇന്നലെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടതാണ്. അതിനൊരിക്കൽ കൂടി ഇന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 63.542, അതുപോലെ 63.199 ആണ്. അതുപോലെ ഈ ഏരിയയിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 62.042, അതുപോലെ 61.622 ആണ്. അതുപോലെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. 60.465, അതുപോലെ 60.053 ആണ്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ഇംബാലൻസ് ആണ്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ കാണുന്നുണ്ട്, അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 67.019, അതുപോലെ 65.816 ആണ് വരുന്നത്. അതുപോലെ മറ്റൊരു ഏരിയയും കൂടി ഇവിടെ ഉണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 64.672, അതുപോലെ 64.172 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിരുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 50 മിനിറ്റ്സിന്റെ മൈനർ സപ്പോർട്ട് കാണുന്നുണ്ട്. ആ ഒരു ലെവലിൽ നിന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ ലെവലിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. 62.605, അതുപോലെ 62.355 ആണ് കാണിക്കുന്നത്. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിൽ നിന്നൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബൈ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരെയാണ്. അല്ലാതെ ബ്രേക്ക് ചെയ്യുകയാണ്, നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു FEG ഉണ്ട്. ഒരുപക്ഷെ ആ FEGയിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ ചെറുതായിട്ട് താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ചിലപ്പോൾ ഒന്നുകൂടി ഒരു റെസിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുകളിലോട്ട് പോവാം. ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്ക് ആയിരിക്കാം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇവിടെ നിന്ന് വീണ്ടും കുറച്ചു നേരം നിന്നിട്ട് മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ ലെവലിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. FEGയിൽ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോവാം, വീണ്ടും മാർക്കറ്റ് ഒന്ന് വീണ്ടും മുകളിലോട്ടേക്ക് പോകാൻ തന്നെ സാധ്യത. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ, ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ FEG ആണ്. ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മാർക്കറ്റ് ചിലപ്പോൾ അവിടെ നിന്ന് കൺഫർമേഷൻ ഈ ഒരു ലെവൽ ഇതുപോലെ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.
കൃത്യമായ അനാലിസിസോട് കൂടി തന്നെ ട്രേഡ് എടുക്കുക. നമ്മുടെ ട്രേഡ് റൂട്ടിന്റെ വീഡിയോസ് എല്ലാം ഇപ്പോഴും സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.